ഒരു പ്രശ്നത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഇപ്പോൾ സ്ഥിരമായിട്ട് ശീലിച്ച് വരേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ട്. ഇപ്പം കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഈ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ പോലെ പ്രിക്കോഷൻ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രിക്കോഷൻ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ജാതകം എഴുതുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഇത് ഡെപ്തിലുള്ള അനലൈസേഷൻ ഇല്ലാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ജാതകം നമുക്ക് കിട്ടിയിട്ട് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ പ്രശ്നം വെക്കാൻ പോകുക. അപ്പോൾ ഈ പ്രശ്നം വെക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ജാതകത്തെ ജനിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു കുട്ടിയുടെ കാര്യങ്ങൾ എന്താണ്, ഇത് ഇന്ന വയസ്സിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ആദ്യമേ അനലൈസ് ചെയ്ത് അതിന് പരിഹാരം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ആ ബുദ്ധിമുട്ടുകളെ നമുക്ക് മാറ്റി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. വിവാഹം കഴിക്കുന്നതിന് തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ ഇത് ചെയ്യാൻ പറ്റും. വിവാഹം തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഒരാളിപ്പം വിവാഹം കഴിക്കാൻ പോകാന്ന് വിചാരിക്കാം. അപ്പം അദ്ദേഹത്തിന്റെ ജാതകം ഒന്ന് ഡെപ്തിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ മനസ്സിലാവും എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും തടസ്സങ്ങൾക്കുള്ള കാരണങ്ങളുണ്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർക്ക് പർവ്വതയോഗം അങ്ങനത്തെ ചില അത് കുറച്ച് ഈ തരത്തിലുള്ള സെക്ഷൽ തോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടുന്ന യോഗങ്ങളാണ്. അപ്പം അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള വിവാഹ വിഷയങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് കാണാറുണ്ട്. റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അവർക്ക് പല സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലത്തെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അപ്പം നമ്മുടെ യോഗം ആദ്യം പരിശോധിക്കുക, നമ്മുടെ ജാതകം വ്യക്തമായി പരിശോധിക്കുക. അതിനകത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്, എന്തൊക്കെ തടസ്സങ്ങൾ ഇനി ഭാവിയിൽ വരാം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ പരിഹാരം ചെയ്തിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്താണ് നമ്മൾ ആരെങ്കിലും ചെയ്യാൻ വേണ്ടി പോകാറുള്ളത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന സമയത്താണ് നമ്മൾ ജാതകം കൊണ്ട് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനത്തെ ദോഷങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു, ചിലപ്പോൾ കഴിഞ്ഞു പോയതായിരിക്കാം, പക്ഷെ നമ്മളെ ചിലപ്പോൾ അത് ബാധിച്ചിട്ടേ ഉണ്ടാവില്ല. മനസ്സിലായില്ല ചോദ്യം. അതായത് ജാതകം നോക്കുന്ന സമയത്ത് ഇപ്പോൾ പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കേണ്ട ആളല്ല എന്ന് പറയുന്ന പോലെ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ അത് ശരിക്കും ഇയാൾ അത് അറിയാത്തത് കൊണ്ടാണോ, മീൻസ് ഇങ്ങനെ ഒരു പ്രശ്നം തനിക്ക് ഉണ്ടായിരുന്നു എന്ന് അയാൾ അറിയാത്തത് കൊണ്ട് നടക്കാതിരുന്നതാണോ? അങ്ങനെയല്ല. അതായത് ഇപ്പോൾ യോഗങ്ങൾ വർക്ക് ചെയ്യുന്ന പല രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പം നമ്മളെ ഒരാൾ വിളിച്ചൊരു കഥ പറയാം. അദ്ദേഹത്തിന് കേമദ്രുമ യോഗമുണ്ട്. അപ്പോൾ കേമദ്രുമ യോഗം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ ഉണ്ടാവും, ഇവർ പിരിഞ്ഞ് താമസിക്കണം, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവർ തമ്മിൽ യാതൊരു കുഴപ്പമില്ല, പക്ഷെ ഇവർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നില്ല. ഇപ്പം യോഗം ഫലത്തിൽ വന്നു, മനസ്സിലായോ? അപ്പം ഇപ്പം ഇദ്ദേഹം ചോദിച്ച പോലെ ഇത് ഡയറക്റ്റ് ആ ഒരു ഇഷ്യൂ, ഇപ്പം വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാക്കുന്ന ഒരു യോഗം, അല്പോത്തമാദി യോഗം, മധ്യമോത്തമാദി, വിദ്യാ തടസ്സം ഉണ്ടാവും, ധനത്തിന് തടസ്സങ്ങൾ വരാം, ഇതൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ചില ആൾക്കാർ ഡിപ്ലോമ വരെ പഠിക്കും, കഴിഞ്ഞവർക്കൊരു ജോലി കിട്ടും. പഠനം മുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ, അത് ഏത് വിധേനയും മുടങ്ങും, മനസ്സിലായോ? അപ്പം അത് പോസിറ്റീവായിട്ടും സംഭവിക്കാം, നെഗറ്റീവായിട്ടും സംഭവിക്കാം. അപ്പം ഇതെങ്ങനെ, ഇപ്പം പറഞ്ഞല്ലോ മരിക്കേണ്ടതായിരുന്നു അല്ലെ ജീവിച്ചിരിക്കേണ്ട ആളല്ലായിരുന്നു, വലിയ അപകടം വരേണ്ട, ഇതെങ്ങനെ മാറിപ്പോയി, ഇതെങ്ങനെ വരും എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കൃത്യമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ഡെപ്തിലുള്ള എന്താ പറയുക പരിശോധനയാണ് ആവശ്യം. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ വ്യക്തത കിട്ടുള്ളൂ. ഒറ്റയടിക്ക് ജാതകം നോക്കി നമ്മൾ ഇപ്പം നല്ല സമയമാണ്, ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സ് വരെ നല്ല സമയമാണ്, ആ സമയത്ത് പഠിച്ചാൽ ഈ ജോലി കിട്ടും, ഈ ഒരു പ്രവചനത്തിലപ്പുറത്തേക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മളിതിനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ യോഗം എങ്ങനെ വർക്ക് ചെയ്യുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.